ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്രാക്കിംഗ് ഡ്യൂഡ് വ്ളോഗ്സ്. അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ തന്നെ. ഇത് ഞാൻ ചെയ്യുന്നത് SSLC സ്റ്റുഡൻസിന് വേണ്ടിയാണ്. അപ്പം സംഭവം വേറൊന്നുമല്ല, ഞാൻ എൻ്റെ SSLC റിസൾട്ട് നോക്കുന്ന വീഡിയോയുടെ താഴെ, അതുപോലെ തന്നെ വേറെ കുറേ വീഡിയോസിൻ്റെ താഴെ വന്നിട്ട് ഈ കൊല്ലത്തെ SSLC സ്റ്റുഡൻസ് വന്ന് കുറേ കമൻറ്റ്സ് എന്ന് വെച്ചാൽ ബ്രോ എനിക്ക് ടെൻഷനാണ്, എനിക്ക് ഇത്ര മാർക്ക് A+ കിട്ടുമോ, അതുപോലെ തന്നെ വാല്യുവേഷൻ എനിക്ക് ടഫായിരിക്കുമോ ഈസി ആയിരിക്കുമോ, എനിക്ക് മാർക്ക് കിട്ടുമോ, ഞാൻ മാക്സിമം ചെയ്തിട്ടുണ്ട് എനിക്ക് മാർക്ക് കിട്ടും, അങ്ങനെ കുറേ ചോദ്യങ്ങൾ. ഞാൻ ടെൻഷൻ, എല്ലാവർക്കും ഭയങ്കര ടെൻഷനാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ഒരു SSLC എഴുതിയ സ്റ്റുഡൻ്റാണ്. അപ്പോൾ എനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ആദ്യം തന്നെ നിങ്ങൾ എക്സാം ഹോളിൽ കയറുമ്പം നിങ്ങൾക്ക് ടൈം തീരുന്നവരെ മാക്സിമം നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ തന്നെ മാക്സിമം എഴുതാം. പിന്നെ നിങ്ങൾ എക്സാം ഹോളിൻ്റെ പുറത്തിറങ്ങിയിട്ട് നിങ്ങൾക്കൊരു കുറ്റബോധം തോന്നില്ല, അത് എഴുതിയല്ലോ, എല്ലാ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുക, എല്ലാം എഴുതാം. ഓക്കെ, മാക്സിമം എഴുതാം. മാക്സിമം നിങ്ങൾക്ക് എഴുതാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങൾ കുറ്റബോധം തോന്നരുത്, എനിക്കത് എഴുതാൻ പറ്റില്ല, അങ്ങനെ വരരുത്. പിന്നെ അതുപോലെ തന്നെ എക്സാം ഹോളിൻ്റെ പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാനേ നിൽക്കരുത്. ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ഒരെണ്ണം തെറ്റായിരിക്കും, അവൻ്റെ ശരിയായിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് പിന്നെ ടെൻഷനായിരിക്കും, ഭയങ്കര ഫുൾ ആ റിസൾട്ട് വരുന്നവരെ ടെൻഷനായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാതിരിക്കുക. പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, പിന്നെ ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാല്യുവേഷൻ ആയിരിക്കും. വാല്യുവേഷൻ സിമ്പിളൊക്കെ ആയിരിക്കും. പിന്നെ നിങ്ങൾ പ്രാർത്ഥന എന്തായാലും വേണം. ചില ആൾക്കാർ വീട്ടിൽ ഈ വാല്യുവേഷൻ ചെയ്യാൻ ചെയ്ത് വരുന്ന ആൾക്കാർ ചിലപ്പോൾ വീട്ടിൽ വഴക്കൊക്കെ കഴിഞ്ഞിട്ട് വരെയായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ മാനസികാവസ്ഥ അങ്ങനെയായിരിക്കും. അപ്പം മാർക്കൊക്കെ ഇടുമ്പോൾ അവർക്ക് ചിലപ്പം ഇതൊക്കെ ആയിപ്പോവും, മാർക്ക് കുറഞ്ഞൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ പ്രാർത്ഥിക്കുക, ദൈവത്തിനോട് പ്രാർത്ഥിക്കുക, ദൈവമേ നല്ല രീതിയിൽ നല്ല ആൾക്കാർക്ക് ഈ പേപ്പർ സിക്കാൻ കൊടുക്കണമെന്നുള്ളത് പ്രാർത്ഥിക്കാം. ഓക്കെ, പ്രാർത്ഥന എന്തായാലും വേണം, പ്രാർത്ഥനയിലാണ് നമുക്കൊന്നും നേടാൻ പറ്റില്ല. ഓക്കെ, അപ്പം എല്ലാവരും SSLC അടിച്ച് പൊളിക്കാം, ബി കൂൾ, ഒന്നും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാം സുഖമായിട്ട് പോകും, നല്ല മാർക്ക് കിട്ടും. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഓക്കെ.